ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പ്രദേശത്ത് ഉള്ള ഒരു അനുഭവം പറയാം. ഏകദേശം ഞാൻ എൻ്റെ കുടുംബം താമസിക്കുന്ന അച്ഛൻ്റെ കുടുംബം ആ ഭാഗത്തു നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവുള്ള എല്ലാ ആൾക്കാരെയും എനിക്കറിയാം. അവരുടെ ജീവിത രീതികൾ, കഷ്ടപ്പാടുകൾ, എല്ലാവരും 1, 2, 3 വീടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. കൂലിവേലക്കാരാണ് 95% ആൾക്കാർ. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ ചെയ്യുന്നത് 100 രൂപ 200 രൂപ ഒക്കെയാണ് അന്നത്തെ കണക്ക്. വലുത് ആ തുക വലുതാണ്. 1000 2000 5000 അങ്ങനെ പോകും. ഇവർക്ക് പെട്ടെന്ന് പണം കിട്ടാൻ അവർ ചെയ്യുന്നത് 5 10 സെൻറ്റ് കാണും. അതിനകത്തൊരു കുടിലുണ്ടാകും. ദിവസവും കൂലിവേലയ്ക്കോ മലകളിൽ പോയി ഈറ വെട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മൺവെട്ടി എന്ന് പറയും, അങ്ങനെയുള്ള പണികൾക്ക് പോയോ ഒക്കെയാണ് അവർ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ അവരുടെ നടയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങുകൾ 4 5 10 എത്ര മുണ്ടുണ്ടോ അത്രയും തെങ്ങുകൾ അവർ പണയം വയ്ക്കും, ചെറിയ തുകയ്ക്ക് വേണ്ടി. ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും കൊടുക്കുക, ഒരു വർഷം താഴെ എടുക്കില്ല. തെങ്ങ് ഒറ്റ കൊടുക്കുക എന്ന് പറയും. തെങ്ങ് ഒറ്റ കൊടുത്ത് കിട്ടുന്ന ആ പണം കൊണ്ട് അവരുടെ ആവശ്യം നേടും. വാങ്ങുന്ന മുതലാളിമാർ 45 ദിവസം കൂടുമ്പോൾ തേങ്ങ അടക്കാൻ ചെല്ലും. തേങ്ങ വെട്ടാൻ, തേങ്ങ ഇടാനെന്നും പറയും. അപ്പോൾ ഒരു വെട്ടുകാരുണ്ടാവും, ചുമക്കുന്ന ആളുണ്ടാകും. തേങ്ങ പറക്കിയിട്ട് കുട്ടയിലാക്കി, വലിയ കൊട്ടയാണ് പണ്ടത്, തലയിൽ പിടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവും. ഈ ചുമക്കുന്നവർ 1 കിലോമീറ്റർ ദൂരം വരെ കൊണ്ടുപോകും, മുതലാളിയുടെ വീട് വരെ കൊണ്ടുപോകും. അപ്പോൾ ഈ തേങ്ങ വെട്ടാൻ വരുമ്പോൾ നിറയെ വെട്ടി തള്ളും വീട്ടുനടയിൽ. അവർക്ക് കൊടുക്കുന്നത് 1 തേങ്ങയായിരിക്കും ആ വീട്ടുകാർക്ക്. ബാക്കി മുതലാളി ചുമന്ന് കൊണ്ടുപോകും. മുതലാളി ജോലിക്കാരെ കൊണ്ട് ചുമപ്പിച്ച് കൊണ്ടുപോകും. ഇവർ നോക്കി നിന്ന് സങ്കടപ്പെടുന്നതും കരയാതെ കരയുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. വലുതാകുമ്പോഴും ആ ചിന്ത എന്നിലുണ്ടായിരുന്നു. പലതരത്തിൽ പല പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി അവരെ സഹായിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അല്ല ഇന്ന് അവരൊക്കെ വളർന്നുപോയി സാമ്പത്തികമായി നല്ല നിലയിലായിട്ടുണ്ട്. മക്കൾ പഠിച്ച് ജോലി വാങ്ങിച്ചിട്ടുണ്ട്. എക്കണോമിക്കലി അല്പം ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അവർക്കാകെ കൂടി 5 ചുവട് തെങ്ങുണ്ടായിരിക്കും. ആ തെങ്ങ് അവർ ഒറ്റ കൊടുക്കും, കാശ് വാങ്ങിച്ച് അവരുടെ കാര്യങ്ങളാണ്. 1 വർഷം കഴിഞ്ഞ് ഈ ഒറ്റ കൊടുത്ത് വാങ്ങിയ തുക 1000 2000 5000 എത്രയെന്ന് വെച്ചാൽ അത്രയും രൂപ അവർ തിരികെ മടങ്ങി കൊടുക്കുമ്പോൾ ലാസ്റ്റ് വെട്ടാനുള്ള തേങ്ങയും കൂടെ വെട്ടിയെടുത്ത് അടുത്തെടുത്തിട്ട് ആണ് തെങ്ങൊഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയമിടി ആ തേങ്ങകൾ അത്രയും വാരി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ
അവർക്കുണ്ടാകുന്ന ആ വേദന ഒന്ന് ചിന്തിച്ച് നോക്ക്.